വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ബി.ജെ.പി. സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് യു.ഡി.എഫ് എം.പി. ഫ്രാൻസിസ് ജോർജ് നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതാണ് വഖഫ് ഭേദഗതി ബില്ല്. പാർലമെന്റിൽ ബില്ലിനെ അനുകൂലിച്ച് നിലപാടെടുക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. വകുപ്പ് പ്രകാരം വഖഫ് ബോർഡ് ഏതെങ്കിലും ഒരു സ്ഥലം ഇത് വഖഫിൻ്റെതാണെന്ന് പറഞ്ഞാൽ അത് വഖഫായി മാറുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. വളരെ ലളിതവൽക്കരിച്ച് പറഞ്ഞു. പിന്നെ അതിനുള്ള ഏക ഒരു പോംവഴി അതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ വഖഫ് ട്രൈബ്യൂണലിൽ പോകാമെന്നുള്ളത്. ആ ട്രൈബ്യൂണലും പറയുകയാണ് ഇത് വഖഫാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനൊരു ഇടമില്ലായി, നിലവിൽ ഇടമില്ല എന്നുള്ളതാണ് വസ്തു. അതാണ് ഇപ്പോൾ ഈ പുതിയ ഭേദഗതി നിയമത്തിൽ മാറ്റം വരുന്നത്. ഈ 40-ാം വകുപ്പ് തന്നെ പുതിയ നിയമത്തിലില്ല. വിശദമായി നമ്മൾ ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് ഈ ബില്ലിൻ്റെ ചർച്ചകൾ വരുമ്പോഴാണ്. അപ്പോൾ ചർച്ചകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ നിയമനിർമ്മാണം നടക്കുമ്പോൾ ഈ വ്യവസ്ഥ, ഈ രണ്ട് കാര്യങ്ങളിൽ ഉറച്ച നിലപാട് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിലൂടെ നമുക്കിവിടെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നതിനാണ് വിശ്വാസം. അതിനും അപ്പുറം ഇവിടെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങളെ ആരും ഇറക്കി വിടില്ല, ഇറക്കിയൊന്നും ഇവിടുന്ന് ആരെയും വിടാൻ പറ്റില്ല, അതിപ്പോൾ ആരും പറഞ്ഞില്ലെങ്കിലും ഇവിടുന്ന് ആരും ഇറങ്ങില്ല. പക്ഷെ പ്രശ്നം അതല്ല, നമുക്കിങ്ങനെ ഒരു അവ്യക്തമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകും. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. സാലി, വഖഫ് ഭേദഗതി ബില്ല് രാജ്യം ഒന്നടങ്കം മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു ഭേദഗതിയാണ്. ഇന്ത്യ സഖ്യവും രാഷ്ട്രീയ കക്ഷികളുമൊക്കെ വളരെ ശക്തമായി വിയോജിപ്പ് അറിയിച്ചു നിൽക്കുന്ന ഒരു ഇടം കൂടിയാണ് വഖഫ് ഭേദഗതി എന്ന് പറയുന്നത്. അവിടെയാണ് ഈ യു.ഡി.എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ഫ്രാൻസിസ് ജോർജ് ആ ബില്ലിനെ അനുകൂലിച്ച് സംസാരിക്കുന്നത്, പാർലമെന്റിൽ അതിനെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നത്. അതായത് മുനമ്പം ഭൂസമരത്തിന്റെ 101-ാം ദിനത്തില് സമരപ്പന്തൽ സന്ദർശിച്ച് നടത്തിയ ഒരു പ്രസംഗമാണിത്. അതിൽ ഫ്രാൻസിസ് ജോർജ് ആ സമര അനുകൂലികളെ പിന്തുണച്ചുകൊണ്ട് പറയുന്ന ഒരു ഭാഗമാണ് ഏറ്റവും വിവാദമായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേന്ദ്ര സർക്കാർ നിക്ഷിപ്ത താല്പര്യങ്ങളോടുകൂടി കൊണ്ടുവരുന്ന വിവാദ വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ താൻ പിന്തുണയ്ക്കും, അവിടെ വോട്ടെടുപ്പ് വന്നാൽ അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അതിന് അദ്ദേഹം പറയുന്ന കാരണം നിലവിലുള്ള നിയമത്തിലെ പല ഭാഗങ്ങളും ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല, അതിലൊരു ഭേദഗതി അനിവാര്യമാണ്. ആ ഭേദഗതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ആ ഭേദഗതി പാർലമെന്റിലെത്തുമ്പോൾ ആ നിയമ ഭേദഗതിയെ താൻ പിന്തുണയ്ക്കും, സഭയിലെത്തുമ്പോൾ അനുകൂലമായി വോട്ട് ചെയ്യും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. ജനപ്രതിനിധി എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി എന്ന നിലയിലും തന്റെ നിലപാട് ഇതാണ്, അത് സുവ്യക്തവുമാണ് എന്നാണ് പറഞ്ഞത്. തുടക്കകാലത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം, അതിലൊന്നും ഇപ്പോൾ ഒരു കാര്യവുമില്ല. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ ബില്ല് അവതരണത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒരു കാരണവശാലും പിന്നോട്ട് പോകരുത് എന്നുള്ളതാണ് ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെടുന്നത്. ഫ്രാൻസിസ് ജോർജിന്റെ നിലപാടിലുള്ള ഒരു പ്രശ്നം, ഫ്രാൻസിസ് ജോർജ് ഇന്ത്യ മുന്നണിയിലെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ്. കോൺഗ്രസും ഇന്ത്യ മുന്നണി ആകെയും ഈ നിയമ ഭേദഗതിക്കെതിരായി പാർലമെന്റിനകത്തും ഒക്കെ എതിർപ്പ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനെ തുടർന്ന് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിടേണ്ടതായി വന്നിട്ടുണ്ട്. അതിപ്പോൾ സംയുക്ത JPC-യുടെ പരിഗണനയിലുമാണ്. ആ ഒരു വിഷയത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കേരളത്തിൽ കോൺഗ്രസിന്റെ സുപ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു MP, അതായത് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ വോട്ട് വാങ്ങി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് ജയിച്ചു പോയൊരു MP UDF-ന്റെയും ഇന്ത്യ മുന്നണിയുടെയും നിലപാടിന് വിരുദ്ധമായി ഒരു കാര്യം പറയുകയാണ്. അത് നിലപാട് പ്രഖ്യാപനം മാത്രമല്ല, പാർലമെന്റിൽ വോട്ടെടുപ്പിന് വരുമ്പോൾ താൻ BJP-ക്ക് ഒപ്പം ചേർന്ന് ആ പക്ഷത്ത് നിൽക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ കാതൽ. അതൊരു വലിയ പ്രശ്നമാവും എന്ന കാര്യം ഉറപ്പാണ്. അതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് സാലി, അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഫ്രാൻസിസ് ജോർജ് പറയുന്ന വാക്കുകളിൽ ഒരു പ്രധാനപ്പെട്ട വരിയുണ്ട്. ഏതെങ്കിലും ഒരു ഭൂമി ചൂണ്ടിക്കാട്ടി ഇത് വഖഫാണെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റു മാർഗങ്ങളില്ല, അത് വഖഫിന് കൊടുക്കേണ്ടി വരികയാണ്, അതാണ് പുതിയ നിയമത്തിൽ ഭേദഗതി ചെയ്യാൻ പോകുന്നതെന്നാണ്. ഇത് സംഘപരിവാറിന്റെ വ്യാഖ്യാനമാണെന്നേ. അങ്ങനെ ഏതെങ്കിലും ഒരു ഭൂമി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് വഖഫാണെന്ന് പറഞ്ഞ് വഖഫ് ബോർഡിന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ. സംഘപരിവാറിന്റെ വ്യാഖ്യാനം കോൺഗ്രസിന്റെ ഭാഗമായി UDF-ന്റെ ഭാഗമായി ജയിച്ചു പോയൊരു MP പറയുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതായത് സംഘപരിവാറും കേന്ദ്ര സർക്കാരും മോദി സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് വഖഫ് നിയമം അടിമുടി അഴിച്ചു പണിയണം എന്നുള്ളത് തന്നെയാണ്. അതിന് അനുകൂലമായ നിലപാട് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി, മുസ്ലിം ലീഗിന്റെ വോട്ട് വാങ്ങി എത്തിയ ഒരു കേരള കോൺഗ്രസ് MP സഭയിൽ സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കേവലമായൊരു നിലപാട് പ്രഖ്യാപനം മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് വ്യക്തമായി പറഞ്ഞു, ഇത് പാർലമെന്റിൽ വരുമ്പോൾ ഈ ഭേദഗതിക്ക് അനുകൂലമായി
താൻ വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. മുമ്പ് പലതും പറഞ്ഞിട്ടുണ്ടാകാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. അത് കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയ്ക്കും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്കും എന്റെയും പാർട്ടിയുടെയും നിലപാടാണ്. അതായത് വെറുതെ ഒരു കയ്യടിക്ക് വേണ്ടി പറഞ്ഞ പ്രസംഗമല്ല, മറിച്ച് ഈ UDF-ലെ മറ്റ് ഘടകകക്ഷികൾ വിശേഷിച്ച് മുസ്ലിം ലീഗിനെ ഉന്നം വെച്ചാണ് ആ പ്രയോഗം എന്നുള്ള ആണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കേരള കോൺഗ്രസ് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമുക്കും ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൗതുകം ലീഗ് ഇതിനെങ്ങനെ മറുപടി പറയും എന്നത് കേൾക്കാനാണ്. അങ്ങനെയല്ലേ അത്? തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. അതിനൊക്കെ പ്രധാനപ്പെട്ടാണ് കോൺഗ്രസിന്റെ നിലപാട്. മുസ്ലിം ലീഗിനെ വേണമെങ്കിൽ ഏതെങ്കിലും സാമുദായിക താല്പര്യവും നിക്ഷിപ്ത താല്പര്യവും ഒക്കെ ആരോപിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു ജനാധിപത്യ പാർട്ടി, മതനിരപേക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി, അവർക്ക് ഇക്കാര്യത്തിൽ എന്താണ് നിലപാട്? തങ്ങളുടെ ഒരു ഘടകകക്ഷി MP ഇത്തരമൊരു നിലപാട് പ്രഖ്യാപനത്തിലൂടെ, കേവലമായ നിലപാട് പ്രഖ്യാപനമല്ല, പാർലമെന്റിൽ BJPക്ക് ഒപ്പം ചേർന്ന് ഇന്ത്യ മുന്നണിക്ക് വിരുദ്ധമായി വോട്ട് രേഖപ്പെടുത്തും എന്നതാണ് UDF-ലെ ഒരു ഘടകകക്ഷി പരസ്യമായ ഒരു യോഗത്തിൽ പ്രസംഗിച്ചത്. അതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നിലപാടും അറിയുന്നതിന്. അപ്പൊ മുസ്ലിം ലീഗും കോൺഗ്രസിന്റെയും നേതൃത്വം എന്താണ് ഇക്കാര്യത്തിൽ ഇനി വിശദീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് തന്റെ മാത്രം നിലപാടല്ല, തന്റെ പാർട്ടിയുടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രഖ്യാപിത നിലപാടാണ് ഇതെന്നുള്ളതാണ്. അതിൽ ഒരാശങ്കയും ആർക്കും വേണ്ട. ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. നിലവിലുള്ള നിയമം നിർദ്ദയമായ ചില വകുപ്പുകൾ ഉൾപ്പെടുന്നതാണ്. ആ നിലവിലുള്ള നിയമത്തെ തങ്ങൾ എതിർക്കുന്നു എന്ന് തന്നെയാണ്. ഇത് സംഘപരിവാറിന്റെ നറേറ്റീവാണ്. സംഘപരിവാർ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ, മതങ്ങൾക്കിടയിൽ, മതവിശ്വാസികൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി കുറെ നാളുകളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആയുധമാണിത്. മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിൽ ഇത് പ്രയോഗിച്ചു. കേരളത്തിലേക്ക് എത്തിയപ്പോൾ അതിന് കേരളത്തിലെ മതനിരപേക്ഷ മനസ്സ് ഒന്നിച്ച് അതിനെ എതിർക്കുകയും ഒപ്പം തന്നെ മുനമ്പം നിവാസികളുടെ അവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്കൊപ്പം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ മുനമ്പത്ത് എത്തി അത് പറയുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അത് മുനമ്പത്തെ മാത്രം ലക്ഷ്യമിട്ടല്ല എന്ന കാര്യം വ്യക്തമാണ്. അല്ല, അവിടെ വളരെ വ്യക്തമാണ് സാർ ഈ പറഞ്ഞതുപോലെ സംഘപരിവാറിന്റെ അവസരം കാത്തു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും മുനമ്പം അവർക്കൊരു സുവർണ അവസരമായിട്ട് അവർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സാരി പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഒരു മതേതര പൊതു സ്വഭാവം വെച്ചിട്ടാണ് അതിനെ നമ്മൾ പ്രതിരോധിച്ച് നിൽക്കുന്നത്. മുനമ്പത്ത് സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമല്ലേ? അത് വഖഫായി ഫാറൂഖ് കോളേജിൽ കൊടുത്ത ഭൂമി തട്ടിപ്പ് നടത്തി വിറ്റതുകൊണ്ടാണല്ലോ ആ ഭൂമി വാങ്ങിയ പാവപ്പെട്ട മനുഷ്യർ ഇപ്പോൾ ആ പ്രശ്നത്തിൽ അവിടെ കുടുങ്ങിപ്പോയത്. അപ്പോൾ ആ വസ്തുത തുറന്നു കാട്ടുന്നതിന് പകരം അവിടെ സംഘപരിവാറിന്റെ നരേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന അപകടം എത്ര വലുതായിരിക്കും? ആ പ്രശ്നം നിൽക്കുകയല്ലേ? ഇതിന് തുടക്കം കുറിച്ച് സത്യം പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി അഭിപ്രായ പ്രകടനം നടത്തിയതും പിന്നീട് ലീഗ് അതിൽ വിരുദ്ധ നിലപാടെടുത്തുമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇതൊരു തുടർക്കഥയാവുകയാണ്. തീർച്ചയായിട്ടും അതിൽ UDF-നെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇന്നത്തെ ഫ്രാൻസിസ് ജോർജിന്റെ പ്രസംഗത്തിലുണ്ട്. അതിൽ കൃത്യമായി UDF-ന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന കാര്യം ഉറപ്പാണ്. അത് മാത്രമല്ല, അത് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്ന